അയ്യോ അത് വീഴും. റെസിഡൻഷ്യൽ ഏരിയയിലേക്കായല്ലോ. ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. ഇപ്പോൾ UAE-യിലുള്ളവരാണെന്നുണ്ടെങ്കിൽ നേരിട്ടും മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവരാണെങ്കിൽ ന്യൂസിലൂടെയും ഡെയിലി കാണുന്ന ഒരു സംഭവമായിരിക്കും. ഇപ്പോൾ ഇറാൻ ഇസ്രായേൽ വാറിൻ്റെ ഭാഗമായിട്ട് UAE-യിലുള്ള ഈ ഒരു മിസൈൽ അറ്റാക്ക്. അപ്പോൾ ഞാനിപ്പോൾ ദുബായിലായതുകൊണ്ട് നമുക്കത് കുറച്ചധികം എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു 3-4 ദിവസത്തിന് ശേഷം നമ്മളിപ്പോൾ ഗ്രോസറീസൊക്കെ അത്യാവശ്യം വേണ്ടത് മേടിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഈ ഒരു വീഡിയോ ഞാൻ ഒരു 4 ദിവസമായി എഡിറ്റ് ചെയ്ത് വെച്ചിട്ട്, പക്ഷെ വോയിസ് ഓവർ കൊടുക്കാൻ പറ്റിയിരുന്നില്ല. ഇപ്പോൾ മോളൊക്കെ വീട്ടിലുള്ള കാരണം അവൾ ഡേ കെയറിലൊന്നും പോകുന്നില്ലല്ലോ. അപ്പോൾ എല്ലാം കൂടെ എനിക്ക് വോയിസ് ഓവർ കൊടുക്കാൻ പറ്റുന്നില്ല. ബാക്കിയൊക്കെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്, പക്ഷെ വോയിസ് ഓവർ കൊടുക്കാൻ പറ്റുന്നില്ല, മോളെപ്പോഴും കൂടെ ഉള്ള കാരണം. അപ്പോൾ അങ്ങനെ ഡിലേ ആയി, വീഡിയോ ഇത്രയും ഡിലേ ആയി. അപ്പോൾ ഞാൻ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രം മേടിച്ചിട്ട് പിന്നെ വീട്ടിലെത്തി. ബാക്കി ഒരു പെൻഡിങ് വർക്ക് ഉണ്ടായിരുന്നു എനിക്കൊരു കാർ ഗാരേജിന് വേണ്ടിയിട്ടുള്ളൊരു ഫ്ലയേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ. അപ്പോൾ അത് ഇവിടെ ദുബായിൽ തന്നെയുള്ള ഒരു കമ്പനിയാണ്. കാർ ഗാരേജ് ആക്സിഡൻ്റൽ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്നൊരു കമ്പനിയാണ്. അപ്പോൾ അവർക്ക് തന്നെ വേണ്ടിയിട്ട് ഒരു 3 ഗിഫ്റ്റ് ഹാമ്പർ, കൊമേഴ്ഷ്യൽ ഗിഫ്റ്റ് ഹാമ്പറും കൂടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായി. ഇവരുടെ ഫുൾ ബ്രാൻഡിങ് ഞാനാണ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതായത് അവരുടെ ഓഫീസ് ഡിസൈനും അവരുടെ മൊത്തം ബ്രാൻഡിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിപ്പോൾ അവരുടെ ഒരു എന്താ പറയുക, ഇൻവെസ്റ്റേഴ്സിനുള്ളൊരു ഗിഫ്റ്റ് ഹാമ്പറാണ്. മുന്നേ എനിക്കിതിൻ്റെ ഒരു 2 ബോക്സ് ഓർഡർ കിട്ടിയിട്ടുണ്ടായി. ഇതിപ്പോൾ പിന്നെ ഇപ്പോൾ റീസെൻ്റായിട്ടൊരു 3 കൂടി കിട്ടിയതാണ്. അപ്പോൾ ഇതുപോലെ ഒരു ഡയറി കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ളത്, പിന്നെ ഒരു പെന്ന്, അവരുടെ തന്നെ ഒരു കീ ചെയിനും ഒരു ടംബ്ലറും, അതാണ് ഈ ഒരു ബോക്സിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലും കൊമേഴ്ഷ്യൽ ഗിഫ്റ്റ് മാത്രമല്ല, ഇപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡിനൊക്കെ ഇതേപോലെ നിങ്ങൾക്കൊക്കെ ബിസിനസ്സൊക്കെ ഉള്ളവരാണെങ്കിൽ UAE-യിൽ ഇതേപോലെ കസ്റ്റമൈസ്ഡ് ബ്രാൻഡിങ്ങിനായാലും കസ്റ്റമൈസ്ഡ് ഗിഫ്റ്റിനായാലും എന്നെ കോൺടാക്റ്റ് ചെയ്യുക. പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് പേഴ്സണലായിട്ടുള്ള ഗിഫ്റ്റ് കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഹസ്ബൻഡിനോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോ മറ്റോ ബർത്ത്ഡേക്കോ ആനിവേഴ്സറി അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക ഒക്കേഷൻസിന് അങ്ങനെയൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനും മറ്റൊക്കെ ആയിട്ട് ഉണ്ടെങ്കിൽ അതിനും കോണ്ടാക്റ്റ് ചെയ്യുക. ഞാൻ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഗിഫ്റ്റാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഇനി അതെല്ലാം നിങ്ങൾക്ക് ഫ്രെയിംസ് 3D ഫ്രെയിംസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ അതിൻ്റെ ഫോട്ടോ വേണമെങ്കിൽ മേലെ കൊടുക്കുക, 3D ഫ്രെയിമിൻ്റെ. പിന്നെ നിങ്ങൾക്ക് ഇനിയിപ്പോൾ നിങ്ങളുടെ ഫോട്ടോ വരക്കണം, സേവ് ദ ഡേറ്റ് അങ്ങനെയൊക്കെ വരച്ചിട്ടൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് അല്ലേ ഇപ്പോൾ. അപ്പോൾ അതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക. ഇപ്പോൾ മോളിപ്പോൾ ഫുൾ ടൈം ഈ വിൻഡോയിൽ തന്നെ ഉണ്ട്. കാരണം അധികം പുറത്തൊക്കെ ഒന്നും പോകാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ അവൾ ഫുൾ കളി ഇപ്പോൾ വിൻഡോയിലാണ്. അപ്പോൾ ഇന്ന് നിങ്ങൾക്കൊരു നല്ലൊരു എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സമൂസയുടെ റെസിപ്പി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇത് ഭയങ്കര എളുപ്പത്തിൽ ഉണ്ടാക്കാം. സാധാരണ നമ്മൾ ഇങ്ങനെ സമൂസ ഉണ്ടാക്കുമ്പോൾ, ചിക്കൻ സമൂസ ഉണ്ടാക്കുമ്പോൾ ചിക്കൻ വേറെ വേവിച്ച് പിന്നെ അത് ഷ്രെഡ് ചെയ്തെടുത്ത് അങ്ങനെ കുറേ പണിയില്ലേ. ഇതങ്ങനെയൊന്നും വേണ്ട. നിങ്ങളിൽ ചിക്കൻ നഗേറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഓയിലിലേക്ക് 2 സവാള, ഇതൊരു ചെറിയ 2 സവാളയാണ്, അതിലേക്ക് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും 2 പച്ചമുളകും ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. അധികമൊന്നും വഴറ്റി അങ്ങനെ ബ്രൗൺ കളറൊന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. അതിലേക്ക് ഒരു 1/2 സ്പൂൺ തന്നെ മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 സ്പൂൺ തന്നെ ഗരം മസാല, ഇതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. ജസ്റ്റ് അതിൻ്റെ ഒരു റോ സ്മെല്ല് വേണ്ടുള്ളൂ. അങ്ങനെ അല്ലാതെ കരിച്ച് കളയൊന്നും ചെയ്യണ്ട. എന്നിട്ട് അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. നമ്മൾ സാധാരണ ഇതുപോലെ സമൂസ ഉണ്ടാക്കുമ്പോൾ ഗ്രീൻ പീസ് പിന്നെ പൊട്ടാറ്റോ അങ്ങനെ കുറേ വെജിറ്റബിൾസൊക്കെ ഇടുന്നത് കണ്ടിട്ടുണ്ട്. ഇത് വളരെ സിമ്പിളായിട്ടുള്ളതാണ്. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നഗേറ്റ്സ് ഉണ്ടല്ലോ, അത് ഇതുപോലെ ഞാനൊരു പീസ് 6 മുറിച്ചിട്ടുണ്ട്.
നിങ്ങൾക്ക് ഇതിനും ചെറുതാക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം, പക്ഷെ ഞാൻ ഇത്രേ ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് ഫില്ലിങ് റെഡി ആയിട്ടോ, നമ്മളുടെ വളരെ എളുപ്പത്തിൽ റെഡി ആയില്ലേ. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട്, ഇതുവരെ കഴിക്കാത്തവരാണെങ്കിൽ, ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റുമാണ്, എളുപ്പത്തിൽ കഴിയുകയും ചെയ്യും. പിന്നെ ഇതുപോലെ നമ്മൾ ഈ സമോസ ഷീറ്റ് വാങ്ങുമ്പോൾ നമ്മളിത് കൊണ്ട് ഫ്രീസറിൽ വെക്കും. അതായത് ഒരു 50 ഷീറ്റൊന്നും ഒറ്റയടിക്ക് ഒരു ദിവസം വീട്ടിൽ ആവശ്യം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അത് പിന്നെ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ അരികൊക്കെ പൊട്ടിപ്പോകുന്നത് കണ്ടിട്ടില്ലേ. ഇതുപോലെ ഒരു റാപ്പിൽ നിങ്ങൾ റാപ്പ് ചെയ്തിട്ട് അത് ഫ്രീസറിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം ഒഴിവായി കിട്ടും കേട്ടോ. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചിലപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവും, എനിക്കറിയുന്നത് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്തെന്ന് മാത്രം. അപ്പോൾ അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു 10-15 മിനിറ്റ് മുമ്പ് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചാൽ മതി. അങ്ങനെ കുറേ നേരത്തെ ഒന്നും എടുത്ത് വെക്കേണ്ട ആവശ്യവും വരുന്നില്ല. പിന്നെ നമ്മളിത് റാപ്പ് ചെയ്യാതെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നനവും ഉണ്ടാവും, ഭയങ്കരമായിട്ട് വെറ്റായി പോവും ഇത് ഫ്രീസറിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെക്കുമ്പോൾ. അപ്പോൾ ആ ഒരു പ്രശ്നമൊക്കെ ഇതേപോലെ ക്ലിംഗ് റാപ്പർ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ റാപ്പ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ മാറിക്കിട്ടും. ബോക്സിൽ വെക്കുന്നതും അത്ര എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഇത് ഞാനിതാ ഈ ഒരു സമൂസ ലീഫ് റാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവില്ല. ട്രയാങ്കിൾ ഷേപ്പിൽ ഫോൾഡ് ചെയ്തെടുക്കില്ല, ഇങ്ങനെ മടക്കിയിട്ട് അതിൽ ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ എല്ലാവർക്കും അറിയുന്ന സെയിം സ്റ്റെപ്പ് തന്നെ നമ്മളതൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ഓയിൽ അധികം ചൂടാവാൻ നമ്മൾ കാത്തിക്കരുത് കേട്ടോ. ആ ചെറിയൊരു ചൂടാകുമ്പോഴത്തേനും ഈ ഒരു സമൂസ വെച്ച് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഷീറ്റ് പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകും. മോള് ഫുൾ ടൈം കിച്ചണിലുള്ള കാരണം വീഡിയോ എടുക്കലും മോളെ നോക്കലും ഫുഡ് ഉണ്ടാക്കലും കുറച്ച് ടാസ്ക്കായിട്ട് ഈയിടെയായിട്ട് വരുന്നുണ്ട്. ഞാൻ ഇങ്ങനെ ആലോചിക്കും, ഈ യൂട്യൂബേഴ്സൊക്കെ എങ്ങനെയായിരിക്കും അവർ ഈ വീഡിയോ ഒക്കെ എങ്ങനെ മാനേജ് ചെയ്യുന്ന മക്കളെ വെച്ചിട്ടെന്ന്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ പത്തിരിക്കുള്ളതും കൂടിയിട്ട് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ തന്നെ കുഴച്ചെടുക്കില്ല, കാരണം നല്ല ചൂടല്ലേ, കൈ പൊള്ളിപ്പോവും. അപ്പോൾ ഞാനെന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതുപോലെ ഒരു ലിഡ് വെച്ചിട്ട് അത് മൂടി വെച്ച് മാറ്റി വെക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ അത് വാറ്റിയെടുക്കുള്ളൂ. ഇതിപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ ചിക്കൻ കറിയും വെക്കുന്നുണ്ട്. ഇതുപോലെ സവാളയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം വഴറ്റി കൊടുക്കും. അപ്പോൾ ഓൾറെഡി സമൂസ ഞാൻ സ്നാക്ക് ഉണ്ടാക്കി. അപ്പോൾ ഇക്ക വന്നിട്ട് പറഞ്ഞു ആൾക്ക് ഇതേപോലെ ബ്രെഡ് ടോസ്റ്റ് ചെയ്തതും കൂടി വേണം, ബ്രെഡ് മുക്കി പൊരിച്ചത് അതും കൂടി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് എളുപ്പമുള്ളതായത് കാരണം അപ്പോൾ അതും കൂടി ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ 2 മുട്ടയിലേക്ക് കുറച്ച് ഒരു 2 സ്പൂൺ തന്നെ ബ്രൗൺ ഷുഗറാട്ടോ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഞങ്ങളിവിടെ ബ്രൗൺ ഷുഗറാണ് കൂടുതൽ മേടിക്കാറ്, വൈറ്റ് ഷുഗർ വാങ്ങാറില്ല. രണ്ടും ഷുഗർ തന്നെ, വലിയ വ്യത്യാസമൊന്നുമില്ല, എന്നാലും തമ്മിൽ ഭേദം എന്നുള്ള പോലെ ബ്രൗൺ ഷുഗർ വാങ്ങുന്നു എന്ന് മാത്രം. ബ്രൗൺ ബ്രെഡ് തന്നെയാണ് ഞാനിതിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഞങ്ങളിപ്പോൾ മോളായതിന് ശേഷം ബ്രൗൺ ബ്രെഡ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ, കാരണം മൈദയുടേത് യൂസ് ചെയ്യാറില്ല. ഇത് ഗോതമ്പിൻ്റെതാണ്. അപ്പോൾ മോൾക്ക് ബ്രെഡ് കൊടുക്കാറില്ല. ഇനിയിപ്പോൾ നമ്മളൊക്കെ കഴിക്കുന്നത് കണ്ടിട്ട് അവൾ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കണമല്ലോ. അപ്പോൾ മൈദയേക്കാൾ ബെറ്റർ ഈ ബ്രൗൺ ബ്രെഡ് ആണെന്നുള്ള കാരണം അതാണ് കൂടുതൽ മേടിക്കാറ്. ഈ ഒരു യമ്മി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉള്ളതാണ്. മറ്റ് ബ്രാൻഡുകളുടെ ഒക്കെ എനിക്ക് ട്രൈ ചെയ്തപ്പോൾ അത്ര നന്നായി തോന്നിയില്ല. നമ്മൾ ഈ ബ്രെഡ് ടോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഗീയിൽ അല്ലെങ്കിൽ ബട്ടറിൽ ട്രൈ ചെയ്യാൻ നോക്കുക കേട്ടോ. ഓയിലിന് യൂസ് ചെയ്യുന്നതിലും നല്ലതായിട്ട് ഇതിനായിരിക്കും കുറച്ചുകൂടി നല്ല ഫ്ലേവർ ഉണ്ടാവുക. ഗീ ഉണ്ടെങ്കിൽ എന്തായാലും ഗീ തന്നെ യൂസ് ചെയ്യുക, അതില്ലെങ്കിൽ മാത്രം ബട്ടർ. അപ്പോൾ വെളിച്ചെണ്ണ ഒന്നും യൂസ് ചെയ്യരുത് കേട്ടോ, അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും. ഇതൊക്കെ വളരെ പണ്ട് തൊട്ടേ ഉമ്മമാർക്ക് അറിയുന്ന റെസിപ്പി ആയിരിക്കും, ജസ്റ്റ് ഞാനതിലൂടെ ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം കേട്ടോ. അപ്പോൾ ആ ബ്രെഡും റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതൊക്കെ ആയപ്പോഴത്തേനും നമ്മളുടെ റമദാൻ പ്രിപ്പറേഷൻ ഏതാണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ചിക്കൻ കറിയിലേക്കുള്ള പൗഡേഴ്സും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ മീറ്റ്സ് കറി വെക്കുമ്പോൾ പെരുംജീരകം എന്തായാലും ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ റീസെൻ്റ് ആയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകാറുണ്ട്. പിന്നെ ഇനിയിപ്പോൾ ജ്യൂസിന് ഞാൻ അവക്കാഡോയാണ് ജ്യൂസ് ചെയ്യുന്നത്, പാലും പഞ്ചസാരയും മാത്രം ഇട്ടിട്ട്. അപ്പോൾ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരുവിധം പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചിക്കൻ കറിയും പിന്നെ പത്തിരിയും കൂടി ശരിയാക്കിയെടുക്കാമല്ലോ. അപ്പോൾ നമ്മളുടെ ചിക്കൻ കറി തക്കാളിയും ഒക്കെ നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഈ ചിക്കൻ ഇതുപോലെ മുന്നേ കൂട്ടി മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കറിയിൽ ഇങ്ങനെ ഒരു വെള്ള കളറായിട്ട് നിൽക്കില്ല ചിക്കനൊരു പ്രത്യേക കളറും ഉണ്ടാവും, നല്ലൊരു ഫ്ലേവറും ഉണ്ടായിരിക്കും. ഞാനിപ്പോൾ ഇത് കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഈ കറിയിൽ മസാല ഉണ്ടാക്കുമ്പോൾ അതിലേക്ക്
മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ഈ ചിക്കനിലാണ് ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ അതിൽ ചേർത്ത് കൊടുത്തത്. മസാലയിലേക്ക് ഞാൻ പച്ചമുളകാണ് ഇട്ട് കൊടുത്തത്. ഇനി കുരുമുളകും കൂടി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കും. അത് ലാസ്റ്റേ ഞാൻ ഇട്ട് കൊടുക്കുള്ളൂ കേട്ടോ. പിന്നെ ഇതുപോലെ ഈ ഒരു ഓയിൽ സ്പ്രെഡ് ചെയ്യുന്ന ഒരു ബ്രഷ് ഉണ്ടെങ്കിൽ അത് നല്ലതാണ് കേട്ടോ. അത് നിങ്ങൾ കയ്യിലില്ലെങ്കിൽ അത് മേടിച്ച് നോക്ക്. അത് അധികം പൈസ ഒന്നുമില്ല, വളരെ ചീപ്പ് പ്രൈസിന് നമുക്ക് കിട്ടുകയും ചെയ്യും, ഭയങ്കര യൂസ്ഫുള്ളുമാണ്. അപ്പോൾ ഞാൻ കുറച്ച് പത്തിരി ഉണ്ടാക്കി, പിന്നെ ടൈം നോക്കിയപ്പോഴാണ് കണ്ടത് സമയമായിട്ടുണ്ട് നോമ്പ് തുറക്കാൻ. നമ്മൾ നോമ്പ് തുറന്ന ഉടനെ പള്ളിയിൽ പോയി നിസ്കാരം കഴിഞ്ഞ് വന്ന് അപ്പോൾ തന്നെ നമ്മൾ ഇശാക്ക് തറാവി നിസ്കാരത്തിന് മുന്നേ തന്നെ നമ്മൾ ഫുഡ് കഴിക്കും കേട്ടോ. അപ്പോൾ അത് കാരണം നോമ്പ് തുറക്കുന്നതിന് മുന്നേ തന്നെ ഇതെല്ലാം പ്രിപ്പയർ ചെയ്ത് വെക്കണം. അപ്പോൾ സമയമില്ലയെന്ന് കണ്ടപ്പോൾ ഞാൻ ബാക്കിയുള്ളത് നൂൽപുട്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മോൾക്കും നൂൽപുട്ട് നല്ല ഇഷ്ടമാണ്, അപ്പോൾ നൂൽപുട്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബാക്കിയുള്ളത് നൂൽപുട്ടാക്കിയിട്ട് എടുക്കണം. ഈ ഒരു ഓയിൽ ബ്രഷ് ഉണ്ടെങ്കിൽ നമുക്ക് വേറെ പാത്രത്തിൽ ഓയിൽ ഒഴിച്ച് വെക്കാനും കയ്യിലാക്കൊന്നും വേണ്ട. ഇതെല്ലാത്തിലും നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ ഇത് സിലിക്കണായ കാരണം നമ്മൾ ഉരുക്കി പോകുന്നൊന്നുമില്ല. നമ്മളിപ്പോൾ ചൂടുള്ള പാനിൽ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും അത് ഉരുക്കി പോകുന്നൊന്നുമില്ല. അപ്പോൾ ചിക്കൻ കറി അവിടെ വേവുന്ന കൂട്ടത്തിൽ തന്നെ ഞാൻ നൂൽപുട്ടിനുള്ളതും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പത്തിരിയും കൂടി ചുട്ടെടുക്കാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇനിയിപ്പോൾ ചിക്കൻ കറിയും കൂടി ശരിയായി കഴിഞ്ഞാൽ ഇന്നത്തെ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ചിക്കൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ചും കൂടി കറിവേപ്പില, പിന്നെ ലാസ്റ്റാണ് ഈ കുരുമുളക് ഇട്ട് കൊടുക്കുന്നത്. ഈ ലാസ്റ്റ് കുരുമുളക് ഇട്ട് കൊടുക്കുക എന്നുള്ളത് ഞാനൊരു ഷെഫിൻ്റെ വീഡിയോ ഒന്ന് കണ്ടതാണ് കേട്ടോ. കാരണം ഈ കുരുമുളകൊന്നും നമ്മളധികം കുക്ക് ചെയ്യരുത് അത്രേ, അതങ്ങനെ കുക്ക് ചെയ്യുന്ന ഒരു സ്പൈസ് അല്ലാന്ന്. അപ്പോൾ ലാസ്റ്റിലാണ് അപ്പോൾ നമ്മളത് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ ലാസ്റ്റ് ഘട്ടത്തിലുള്ള പത്തിരിയും കൂടി ഇനി ചെയ്യാവുള്ളൂ. നിങ്ങളിപ്പോൾ ഇവിടെ UAE-യിലുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്തൊക്കെ ഇതേപോലെ മിസൈൽ അറ്റാക്ക് ഉണ്ടായിരുന്നോ, അതൊക്കെ കമൻറ്റിൽ പറയാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ദുബായിലാണ് താമസിക്കുന്നത്. അപ്പോൾ അത് കാരണം തന്നെ നമ്മൾ നല്ലോണം ഇത് എഫക്റ്റ് ചെയ്തിട്ടുണ്ടായി. മോളൊക്കെ അത്യാവശ്യം പേടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇവിടെ നിന്നൊരു അടുത്തെന്ന് പറയുമ്പോൾ ഒരു 10 കിലോമീറ്റർ അപ്പുറത്തായിട്ടാണ് ഈ എയർപോർട്ടുള്ളത്. നമ്മൾ ഈ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതും ടേക്ക് ഓഫ് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ഭാഗത്തൊക്കെ നിങ്ങൾ ന്യൂസിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ, ദുബായിൽ എയർപോർട്ടിലൊക്കെ നമ്മൾ മിസൈൽ അറ്റാക്ക് ഉണ്ടായിട്ടുണ്ടായി. അപ്പോൾ ശരിക്കും ആ സമയത്ത് പേടിച്ചിട്ടുണ്ടായി. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ കമൻറ്റിലൂടെ പറയുക. അപ്പോൾ ഞാനിപ്പോൾ ഒരു റൂ ഹഫ്സയും കൂടി അതിൽ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. കാരണം ലാസ്റ്റ് ടൈം എനിക്ക് പറഞ്ഞു കാക്ക് റൂ ഹഫ്സ വേണമെന്ന്. ഞാൻ റൂ ഹഫ്സയുടെ ഒരു ഫാനല്ല, അപ്പോൾ എനിക്കുള്ളത് ഉണ്ടാക്കിയില്ല. ഇതിപ്പോൾ ഞാൻ നോമ്പ് തുറന്ന് കഴിഞ്ഞതിന് ഇഷ്ടമുള്ള പാത്രങ്ങൾ കഴുകി വെക്കാം കേട്ടോ. ബാക്കിയുള്ളതൊക്കെ അപ്പം തന്നെ ഞാൻ ചെയ്യുന്ന കാരണം അധികം പാത്രങ്ങൾ ഉണ്ടാവാറില്ല. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു 3 ഹാമ്പർ ഡെലിവറി ചെയ്യാൻ പോകണം. അത് ഇവിടെ അടുത്ത് തന്നെയാണ് ദുബായിൽ. സാധാരണ നമ്മൾ ഡെലിവറി ഏജൻസിനെ കൊണ്ടാണ് ചെയ്യിക്കാറ്. ഇതിപ്പോൾ ഇവിടെ അടുത്തായതുകൊണ്ട് നമ്മളത് കൊടുക്കാൻ പോയി. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ഇടാനും ലൈക്ക് ഇടാനൊന്നും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നവരെ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ബൈ ബൈ.